നമസ്കാരം ഗൈസ്, ട്രക്കേഴ്സ് ലൈഫിന്റെ മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ട്രക്കേഴ്സ് ലൈഫ് എന്താ വീട്ടിൽ ഇരുന്നിട്ട് ചെയ്യുന്നതെന്നായിരിക്കില്ല ചിന്തിക്കുന്നത്. അതായത് നമ്മുടെ ഏകദേശം ഡിസംബർ 20 കൂടിയുള്ള ട്രിപ്പിന് ശേഷം ഉള്ള ആദ്യത്തെ വീഡിയോ ആണ്. അന്ന് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് പകുതിക്ക് വെച്ച് ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോരുന്ന ട്രിപ്പാണല്ലോ. അതിനുശേഷം പിന്നെ കഴിഞ്ഞ ആഴ്ചയിലാണ് അറിയുന്നത്, കഴിഞ്ഞ തിങ്കളാഴ്ച. ഇന്നിപ്പോൾ ഒരു തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? ഇന്ന് ആക്ച്വലി 17-ാം തീയതി. ഇന്ന് 17-ാം തീയതി. അപ്പം ഇതിന് മുമ്പുള്ള ഒരാഴ്ച മുമ്പുള്ള തിങ്കളാഴ്ചയായിരുന്നു. ഏത് ദിവസമാണെന്ന് ഓർക്കുന്നില്ല. അതായത് 10-ാം തീയതി, കഴിഞ്ഞ 10-ാം തീയതിയാണ് നമ്മൾ അതിനുശേഷം ട്രിപ്പ് ഇറങ്ങിയത്. അന്ന് 10-ാം തീയതി നമ്മൾ എന്താ പറയാ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോൾ അന്ന് ഭയങ്കര തണുപ്പായിരുന്നു. ഏകദേശം -20-25 തണുപ്പായിരുന്നു. അപ്പോൾ ആ തണുപ്പിന്റെ വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം അതിനുശേഷം, അതായത് ലാസ്റ്റ് ട്രിപ്പിന് ശേഷം എന്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ട്രിപ്പ് ചെയ്തില്ല എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അതായത് അന്ന് നമ്മളൊരു ചെറിയ വയലേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഇലക്ട്രോണിക് ലോഗിനകത്ത് നമുക്ക് വയലേഷൻ ഉള്ളത് കാരണം കമ്പനി നമ്മൾ 8 ദിവസത്തേന് നമ്മളെ ഡ്രൈവറിനെ ഔട്ട് ഓഫ് സർവീസ് ആക്കി കഴിഞ്ഞപ്പോൾ 8 ദിവസം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 8 ദിവസം കഴിഞ്ഞ് ഞാൻ ആക്റ്റീവ് ആയതെന്ന് പറയുന്നത് ഏകദേശം 29-ാം തീയതിയാണ്. അപ്പോൾ 29-ാം തീയതി ആക്റ്റീവ് ആയെങ്കിലും പിന്നെ നമുക്ക് ക്രിസ്മസ് പാർട്ടിയോടനുബന്ധിച്ച് ക്രിസ്മസിന് 25, 24, 25, 26 എല്ലാം പാർട്ടികളായിരുന്നു. ആ പാർട്ടിയോടനുബന്ധിച്ച് 27-ാം തീയതി ആയപ്പോഴത്തേനും നമ്മൾ ഡൗൺ ആയി. കോവിഡ് ആയിരുന്നു. കോവിഡ് അടിച്ചു. 3-4 ദിവസത്തോളം കോവിഡ് അടിച്ചു കിടന്നു. പിന്നെ അതിന്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട് ഏകദേശം 10ഓളം ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ടോട്ടൽ ഒരു 10-ാം തീയതി ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് പുറപ്പെടാൻ പറ്റിയത്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇറങ്ങാൻ വേണ്ടി തിങ്കളാഴ്ച രാവിലെ, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ നമ്മൾ വണ്ടിയിൽ വന്നു. നല്ല കൊടും തണുപ്പത്ത് നമ്മൾ വണ്ടിയിൽ വന്ന് ട്രിപ്പൊക്കെ ഇറങ്ങാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു തണുപ്പെന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. ഇത്രയും ദിവസം വണ്ടി ഓടാതെ കിടന്നിട്ട് നമ്മുടെ ബാറ്ററി ഡൗൺ ആയി പോയി. അവസാനം ബാറ്ററിയൊക്കെ പുതിയത് വാങ്ങിച്ചു വെച്ചു. ബാറ്ററി ചാർജ് ചെയ്തിട്ടും 1-2 വട്ടം ചാർജ് ചെയ്താൽ ജമ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടും വീണ്ടും ഇഷ്യൂ കാണിക്കുന്നതാണ്. മൂന്നാമത്തെ ദിവസം പുതിയ 4 ബാറ്ററി വാങ്ങിച്ചു വെച്ചു. അപ്പോൾ 4 ബാറ്ററി മാറിയത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ പുതിയ ബാറ്ററി വാങ്ങിച്ചു. ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, വണ്ടിയെല്ലാം ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അന്ന് രാവിലെ വണ്ടിയിൽ വന്ന് വീഡിയോ ഒക്കെ എടുക്കണമെന്നും പറഞ്ഞ് ഭയങ്കര ആഗ്രഹത്തോട് വന്നതാണ്. കാരണം ഒരുപാട് നാളായില്ലെന്ന് വെച്ചു. അപ്പം തിങ്കളാഴ്ച പിഴച്ച് കഴിഞ്ഞപ്പോൾ ആ ആഴ്ചത്തെ തന്നെ വീഡിയോ എടുക്കാതെ പിഴച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ തോന്നിയിട്ടില്ല. കാര്യം അന്ന് നല്ല കൊടും തണുപ്പായിരുന്നു. നമ്മുടെ വണ്ടിക്കതിരുന്ന വെള്ളം മൊത്തം ചുമ്മാ കയ്യിൽ കുപ്പി എടുത്തിട്ട് കുളിക്കുമ്പോൾ തന്നെ നമ്മളെ വണ്ടി വെള്ളം ഐസായി പോവാണ്. അപ്പം ഞാൻ അതിൻ്റെ 1-2 വീഡിയോ റീൽസിലേക്ക് ഇടാൻ വേണ്ടി വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നമ്മളിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പം അത് നമുക്ക് കണ്ടിട്ട് വരാം. ഇതെല്ലാം ഐസായി പോയോ? എല്ലാം ഐസായി പോവാണല്ലോ ഈശ്വര. നമ്മുടെ ഒരു കുപ്പി വെള്ളം കണ്ടില്ലേ? ഇത് ഇപ്പൊ ഞാൻ കുറെ കുപ്പി വെള്ളം എടുത്ത് പല വെള്ളം കുടിക്കാനായിട്ട് എടുക്കുമ്പോൾ ഇതെല്ലാം എനിക്ക് ഐസായി പോവാറുണ്ട്. ഇപ്പം ഞാനിത് ഇതിനു മുമ്പ് പലവട്ടം പല വീഡിയോകളിൽ മാത്രമേ കണ്ടിട്ടുള്ളത്. വെള്ളം കയ്യിലെടുത്തിട്ട് നമ്മളൊന്ന് തിരിച്ചങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഐസായി പോകുന്നത്. ഇതിപ്പോ നമ്മുടെ കയ്യിൽ കണക്ക് ഐസാകുകയാണ്. ഐസാകുന്നുണ്ടോ? വെള്ളം ഐസായി പോയി. ഒരു കുപ്പിയുടെ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു കുപ്പി വെള്ളം കണ്ടോ? കറക്റ്റ് വെള്ളം അവിടെ ഇരിക്കുന്നില്ലേ? ഇത് പൈസ ആവും. പൈസ ഉണ്ടോ? കട്ട ഐസായി ഓളിതാ. ഇവിടെ എല്ലാം നല്ല ഐസായി പോയി. കണ്ടോ? കറക്റ്റ് ഒരു കുപ്പി വെള്ളം പൊളി ഐസായി പോയി. ഇങ്ങനെ ഞാൻ കളിച്ച് ഐസാക്കിയ കുപ്പികൾ കാണുന്നത്. ഇവിടെ ഇത്രയും കുപ്പി എല്ലാം ഐസായി പോയി. കുടിക്കാനുള്ള വെള്ളം കണ്ടോ? ഐസ്, നമ്മുടെ കുപ്പിയെല്ലാം വെള്ളമെല്ലാം ഐസായി പോയിട്ട് കണ്ടോ? കുറേ അതിനകത്ത് ഒഴിച്ച വെള്ളം അതിനകത്ത് ഐസായിട്ട് കിടക്കാം. ഇങ്ങനെ ചൂടാക്കി എടുക്കണം.
ചൂടാക്കി ഫ്ലാസ്കിലാക്കി വെച്ചാലാണ് നമുക്കിന്ന് കുടിക്കാനുള്ള വെള്ളമുള്ളൂ. ബാക്കി ഇനി ഇത്ര ഐസുണ്ട്. ഇനി കുറച്ച് നേരം മാറ്റി വെച്ചേക്ക്. അത് മെൽറ്റാകുമ്പോഴത്തേന് വീണ്ടും എടുക്കണം. ബാക്കി അന്നേരം ഇതിപ്പോൾ ഇത്തരം തൽക്കാലം ചൂടാക്കി എടുക്കും. ചൂടാക്കി നമുക്ക് ഫ്ലാസ്കിലാക്കി വെച്ചേക്കണം. അത്രയ്ക്ക് തണുപ്പാണ്. നല്ല തണുപ്പാണ്. എത്ര ടെമ്പറേച്ചർ നിർത്തില്ല, കൈയെല്ലാം മരവിച്ച് തുടങ്ങി. അപ്പം അതിനുശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഇന്നും ഒരു തിങ്കളാഴ്ച രാവിലെ 17. ഇന്ന് ആക്ച്വലി എനിക്ക് ചിക്കാഗോയ്ക്ക് പോകേണ്ട ട്രിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചിക്കാഗോയ്ക്ക് പോകാൻ വേണ്ടിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പുറത്ത് ഇന്ന് സ്നോ സ്റ്റോം ആയിരുന്നു. ഇവിടെ മൊത്തം ഭയങ്കര സ്നോ സ്റ്റോം ആയിരുന്നു. ഏകദേശം 2 അടി കൂടുതൽ സ്നോ ഉണ്ട്. അപ്പോൾ സ്നോ കാരണം നമുക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഏകദേശം 11 മണി വരെ വെയിറ്റ് ചെയ്തു സ്നോയ്ക്ക് എന്തെങ്കിലും മാറ്റം വരിക. എക്സ്പെഷ്യലി മാറ്റമല്ല, സ്നോ മാറ്റമില്ലെങ്കിൽ നമുക്ക് ലണ്ടൻ കഴിഞ്ഞാൽ പിന്നെ സ്നോ ഇല്ല. അതായത് കാനഡ വിട്ട് കഴിഞ്ഞാൽ സ്നോ ഇല്ല, US സ്നോ ഇല്ല, സുഖമായിട്ട് പോകാൻ പറ്റും എന്നുള്ളതുകൊണ്ട് പോകണമെന്ന് തന്നെ. ഏകദേശം 11 മണിയായിട്ട് നമ്മുടെ റോഡ് ക്ലീൻ ചെയ്തിട്ടില്ല. എസ്പെഷ്യലി നമ്മുടെ മസ്താങ്കി മഞ്ഞത്ത് ഇറക്കിക്കൊണ്ട് പോകാനും പറ്റത്തില്ല. അപ്പോൾ റോഡ് ക്ലീൻ ചെയ്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഒരുപാട് വണ്ടികൾ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ട്രക്കിങ്ങിലുള്ള വീഡിയോ അല്ല. ഇന്ന് രാവിലെ തൊട്ട്, അതായത് ഇന്ന് വീഡിയോ വരുന്ന ചിലപ്പം എന്നാണ് എനിക്കറിയാൻ പറയാൻ പറ്റത്തില്ല. ഇന്ന് രാവിലെ തൊട്ട് ഈ വീട്ടിനകത്ത് നിന്ന് വിൻഡോയിൽ കൂടെ കണ്ടതും അതിനുശേഷം ഞങ്ങൾ ഇതെല്ലാം വൃത്തിയാക്കിയതുമായ നമ്മുടെ ചെറിയ മഞ്ഞിന്റെ വീഡിയോസാണ്. അപ്പം ട്രക്കേഴ്സ് ലൈഫ് എന്തുകൊണ്ട് ഇന്നത്തെ ദിവസം ട്രക്കേഴ്സ് ലൈഫ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ ദിവസം എന്താണ് നമുക്ക് സംഭവിച്ചത്? നമുക്കൊന്നും സംഭവിച്ചില്ല കേട്ടോ. നമ്മളൊരു വിൻഡോയിൽ കൂടെ മാത്രമേ ഇരുന്ന് എന്തൊക്കെ പുറത്ത് സംഭവിച്ചെന്ന് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് സ്റ്റക്കായി, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മഞ്ഞ് പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള വീഡിയോസ് മാത്രമാണ് വേറെ നമുക്കിന്ന് ചെയ്യാൻ വേണ്ടിയില്ല. കാര്യം ഇന്ന് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാര്യം കഴിഞ്ഞ മാസം 19-ാം തീയതിയോടൊരു വീഡിയോ തീർന്നിട്ട് ഈ മാസം 17-ാം തീയതി ആയി കഴിഞ്ഞപ്പോൾ ഒരു മാസം ആകാൻ പോകുന്നതിൻ്റെ ഒരു റിഗ്രറ്റ് മനസ്സിലുള്ളതുകൊണ്ട് ഇന്ന് മസ്റ്റായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചു. പക്ഷേ ഇന്ന് എനിക്ക് ട്രിപ്പ് പോകാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇതെനിക്ക് വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഇന്ന് ഞാൻ നമ്മളെ വിന്റർ മഞ്ഞില് നമ്മൾ ഈ വിൻഡോയിൽ കൂടി ഇരുന്നിട്ട് നമ്മൾ പുറത്ത് കണ്ട കുറെ കാഴ്ചകളും വൈകുന്നേരത്ത് ഞങ്ങളുടെ വൃത്തിയാക്കലും, പിന്നെ അതിനുശേഷം അറ്റ് ദ എൻഡിൽ നമ്മുടെ ഫ്രണ്ട്സ് ഇന്ന് റോട്ടിൽ ഇറങ്ങിയിട്ടുള്ളവരും, ഇന്നലെ നമ്മുടെ മറ്റേ കറുപ്പ് വണ്ടി കാലിഫോർണിയ പോകുന്ന വണ്ടി ഇന്നലെ രാത്രി അവന്മാർ മഞ്ഞത്ത് പോയിട്ടുണ്ടായിരുന്നു. രഞ്ജുവും ജിമേഷും അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് വീഡിയോസൊക്കെ അയച്ചു തന്നു. ആ വീഡിയോസൊക്കെ എല്ലായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് അങ്ങനെ കാണാം. കിട്ടും എന്നെ ഒട്ടിക്കാം.
അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീടിന്റെ ഫ്രണ്ടിൽ നമ്മുടെ വിൻഡോയിൽ കൂടെ നമ്മൾ കണ്ട ഈ ചെറിയ റോഡിൽ സ്റ്റക്കായ ആൾക്കാരുടെ വീഡിയോസ് മാത്രമാണ്. അപ്പോൾ കൂടാതെ ഹൈവേയിലും റോഡുകളിൽ നമ്മുടെ ട്രക്കുകൾ, നമ്മൾ കൊണ്ടുപോകുന്ന ട്രക്കുകൾ, ഇന്നിപ്പോൾ ഞാൻ ഇറങ്ങിയെങ്കിലും ഞാനും വഴിയിൽ പെട്ട് എവിടെയെങ്കിലും കുടുങ്ങി ആരെങ്കിലും ഹെൽപ്പൊക്കെ ചോദിച്ച് വഴി കുടുങ്ങി നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ വന്നൊരു ചോദിച്ചിരുന്ന വീഡിയോസ് ഉണ്ട്. ട്രക്കുകൾ റോഡിൽ പെട്ടിട്ടുള്ള കുറച്ച് വീഡിയോസ് കാണാൻ വരും. ഇവിടുത്തെ വിന്റർ ഡ്രൈവിംഗ് അത്ര ഡേഞ്ചറസ് ആണ്. ഇപ്പം ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എടുത്ത പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞ് ഇന്ന് ജോലിക്ക് പോകാണ്ടിരിക്കുക. ഒരു ദിവസം നമ്മൾ ജോലിക്ക് പോയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തൊട്ട് ഫുൾ ടൈം നമ്മൾ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴത്തേനും നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ വീട്ടിൽ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് ആ കുറച്ച് വിഷ്വൽസ് കൂടെ കാണാം. അടിപൊളി. നിന്റെ വണ്ടിക്ക് ഭയങ്കര ഹൈറ്റ് ആട്ടോ. ഈ വണ്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ സ്നോ കാരണമാണ് ഞങ്ങൾ ആരും ഇന്ന് പണിക്ക് പോകാത്തത്. കണ്ടോ, ഇവിടെ നടന്നു നോക്കാം. ഇത്രയൊന്നും അല്ല കേട്ടോ. നീ നടന്നോ, നിനക്ക് വലിയ ഷൂ അല്ലേ, നീ നടന്നോ. മറ്റേ ശവലെടുത്ത് കൊടുത്തു, കയ്യിൽ കൊടുത്തു. ഓക്കെ, ആ അടിപൊളി. ആ അത് തന്നെ ഉണ്ടോ. നീ അടുത്ത സ്റ്റെപ്പിന് നിന്റെ ഷൂവിനും വെള്ളമാവും. ശവലും കൂടെ കൊണ്ടുപോയിക്കോ അങ്ങോട്ട്. അങ്ങനെ ഞങ്ങള് സ്നോ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഓട്ടടി എന്തായാലും കാലിലെല്ലാം ആകൂടി. എല്ലാവർക്കും ഉണ്ട്. മഞ്ഞ് കണ്ടിട്ട് മസ്താങ്ങിന്റെ ഷേപ്പൊക്കെ ഉണ്ടോ വേറെ. എന്തോരം മഞ്ഞാ നോക്കി. ആ ദൈവമേ, അവരും കൊണ്ട് വൃത്തിയാക്കാൻ തുടങ്ങി. വണ്ടിയുടെ മേളിൽ നിന്നാണ് ഇപ്പൊ നിലവിൽ സ്നോ വന്നിട്ടിരിക്കുന്നത്. എടാ അങ്ങോട്ട് തള്ളിയിടുകയാണോ? ആണോ? എന്തോരം സ്നോ നോക്കി ഈ വണ്ടിയുടെ മേളിൽ. ഇപ്പോഴാണ് വണ്ടിയുടെ നേരത്തെ ഷേപ്പായല്ലേ. ഇതുണ്ട്. ഇതിപ്പോ മറ്റേ നമ്മള് പഴയ സിനിമയിലെ ഒരു ഒമിനി വാൻ കണക്കത്തിൽ വണ്ടിയില്ലേ, ഈ ഒമിനി വാൻ ഇറക്കാൻ പാടായിരിക്കും. എന്റെ വണ്ടിയെ മേളിലൊക്കെ സുഖമായിട്ട് ഇതെങ്ങനെ മേളിലെടുത്ത് സുഖമായിട്ട്.
ഒരുവിധം ക്ലീൻ ചെയ്ത് ഒരു വണ്ടി അവിടെ ഇറക്കിയിട്ട് അടുത്ത വണ്ടിയുടെ എൻ്റെ പൊന്നെ വേണ്ട സെറ്റ് ഇത്ര സാധനം ഇനി ഇളക്കാൻ. അതങ്ങനെ ഇരിക്കട്ടെ. വണ്ടി ഇറക്കി ഇച്ചിരി ഇറക്കിയാടാ, നീ കണ്ണു അടച്ച് നേരെ ഇറക്കി വെളിയിലോട്ട് ഇറക്കണ്ട. പിന്നെ അപ്പം നമ്മുടെ 2 മണിക്കൂറത്തെ പരിപാടി കേട്ടുന്നല്ലേ. എല്ലാം വൃത്തിയാക്കി ഡ്രൈവേ ക്ലീൻ ചെയ്ത് 2 സൈഡിലും മലക്കൂമ്പാരം കണക്ക് കൂട്ടി വെച്ചു. ഇവിടെ ഒരു കൂമ്പാരം, ഡ്രൈവേ നടക്കാനുള്ള വാക്ക്വേ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ 2 വണ്ടിയും വെളിയിലായി. ഇനി ഈ വണ്ടി കയറാനുള്ളൊരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. 2 സൈഡും കുന്നു കണക്കായി. പിന്നെ വണ്ടി കയറ്റിയിടാം. അപ്പം നമ്മൾ ആ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞില്ലേ. അപ്പം നാളെ രാവിലെ തൊട്ട് നമ്മൾ വീണ്ടും ട്രിപ്പ് ഇറങ്ങുകയാണ്. അപ്പം നാളെ രാവിലെ സെയിം ട്രിപ്പ് തന്നെ. അപ്പം ഇവിടെ എല്ലാ കമ്പനികളും അവരുടെ ട്രിപ്പുകൾ ക്യാൻസൽ ചെയ്തു. നമ്മൾ രാവിലെ വിളിച്ച് പറഞ്ഞപ്പോൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നൊരു കമ്പനി കുഴപ്പമൊന്നുമില്ല. കാര്യം വെതർ കണ്ടീഷൻ ബാഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്, റീസൺസ് അക്സെപ്റ്റബിൾ ആയതുകൊണ്ട് കമ്പനികൾ ലോഡ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാളെ രാവിലെ 9 മണിക്ക്, നാളെ രാവിലെ 8 മണിക്ക് എനിക്ക് ഡെലിവറി ചെയ്യേണ്ട ലോഡാണ്. അവർ ഓൾറെഡി വിളിച്ച് പറഞ്ഞ് കാനഡയിലെ വെതർ ബാഡാണ്, അതുകൊണ്ട് ഒരു വണ്ടി റോഡിൽ ഇറങ്ങുന്നില്ല. അപ്പം നമുക്ക് ഓൾറെഡി റെസ്ട്രിക്ഷൻസും വാർണിങ്ങുകളൊക്കെ ഉണ്ട്. റോഡിലാരും ഇറങ്ങണം, എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. കാര്യം അത്ര ഡേഞ്ചറസ് കണ്ടീഷൻ ആയതുകൊണ്ട് എല്ലാ ലോഡുകളും എല്ലാ കമ്പനിക്കാരും നമ്മൾ ഒരു സുഹൃത്തുക്കളും, അതായത് അറിയാം നമ്മുടെ ഏറ്റവും അടുത്ത് വരുന്ന ഒരുപാട് പേര് ഇന്ന് ഓട്ടം പോയില്ല. എല്ലാവരും ഞാൻ രാവിലെ വിളിച്ചപ്പോൾ എല്ലാവരും ലോഡ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അത് കേട്ട് ഞാനും ലോഡ് ക്യാൻസൽ ചെയ്തു. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ അതേ ലോഡ് തന്നെയാണ് നമ്മൾ നാളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ നാളെ പോകുന്നത് ഇല്ലിനോയിലെ ഷിക്കാഗോയ്ക്ക് അടുത്തുള്ള ഡാൻവില്ലിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക്, ഡിഖാൽബ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ടയറും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നാളെ തൊട്ട് ട്രക്കേഴ്സ് ലൈഫ് വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു എന്താ പറയുക, നമ്മളെ വീണ്ടും ബാക്കപ്പ് വരുന്നതിൻ്റെ ഒരു വീഡിയോ. അപ്പം വീണ്ടും നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.